നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ കുഞ്ഞിന് സംഭവിച്ചേ? കുട്ടിക്ക് ഒരു MRI സ്കാൻ ഉടനെ ചെയ്യണം. ചെയ്തോളൂ ഡോക്ടർ, എന്ത് വേണേലും ചെയ്തോളൂ. കാശ് എത്ര ചെലവായാലും പ്രശ്നമില്ല. ഇങ്ങനെ ടെൻഷൻ ആവാതെ പുറത്ത് വെയിറ്റ് ചെയ്യും. പ്രതിക ഓക്കെ അല്ലേ? അതെ. സബ്ജക്ട് ഒന്നും മാറിയല്ലോ എക്സാമിന് പ്രിപ്പയർ ആയിരിക്കുന്നത്. ഒരു തവണ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് എല്ലായ്പ്പോഴും എന്നിങ്ങനെ അത് പറഞ്ഞ് കളിയാക്കരുത് സർ. എക്സാം താൻ നന്നായിട്ട് എഴുതി തന്റെ ടാലന്റ് പ്രൂവ് ചെയ്യും. എന്നാ തന്നെ ഞാനും ഈ കുട്ടികളെല്ലാവരും കൺഗ്രാറ്റ്സ് ചെയ്യും. അച്ഛാ, നന്നായി പഠിച്ചു. അച്ഛന്റെ പേന കൊണ്ട് എക്സാം എഴുതുമ്പോ ഈ മോളുടെ കോൺഫിഡൻസ് 100 ഇരട്ടിയാവും. അച്ഛനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഋതുമോള് എക്സാം എഴുതാൻ തുടങ്ങുവാണേ. അച്ഛന്റെ അനുഗ്രഹം ഈ പേനയുടെ രൂപത്തിൽ എന്റെ കൂടെ ഉണ്ടല്ലോ. എനിക്ക് അത് മാത്രം മതി. സർ, അഡീഷണൽ ഷീറ്റ്. ഓ ദാ. സർ, ആവശ്യത്തിനുള്ള പേപ്പറുണ്ട്, എഴുതിക്കൂ. താങ്ക് യു സർ. ജേട്ടാ കൂടുതലൊന്നും പറയണ്ട. ഈ ആഴ്ചയെങ്കിലും 2 ദിവസമെങ്കിലും ഈ വീട്ടിൽ വന്നൊന്ന് നിന്നിട്ട് പോണേ. ഓ പിന്നെ ജേട്ടൻ എപ്പോഴും കാശിന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. അച്ഛന്റെ കയ്യിലൊന്നും ഇല്ലെന്നാ തോന്നുന്നേ. ജേട്ടൻ ആദ്യം വാ, കാശൊക്കെ രാജു എവിടെന്നെങ്കിലും റെഡിയാക്കി തരുമല്ലോ. അതൊക്കെ ശരിയാക്കാന്നേ. ആ ജേട്ടാ. ആ ഓ അമ്മ, ആ ജേട്ട പറ. അമ്മ, എന്താ ഐഷു, ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടില്ലേ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയി പഠിക്കാൻ. നിന്റെ മോളെ കൈമല്ലോടി ഫോൺ. ഓ ജേട്ടൻ പറ ജേട്ടാ. നിന്റെ ഫോൺ മേടിച്ചാൽ അടുപ്പിലിടും. ഏത് നേരത്തെ അതിനകത്ത് കുത്തിക്കൊണ്ടിരുന്നാ മതിയല്ലോ. എന്നാ അച്ഛനൊരു കാര്യം ചെയ്, ജേട്ടന് കൊടുക്കാനുള്ള കാശ് മുഴുവൻ കൊടുത്തു തീർക്ക്. അപ്പൊ പിന്നെ എനിക്ക് എന്റെ ഭർത്താവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. ജേട്ടൻ ഇങ്ങോട്ട് വരുന്നത് അച്ഛന് ഇഷ്ടമല്ല. സമയം കിട്ടുമ്പോ എപ്പോഴെങ്കിലും കുറച്ചു നേരം ജേട്ടനോട് സമാധാനമായിട്ട് എന്തെങ്കിലും സംസാരിക്കാന്ന് വെച്ചാ അതിനെ സമ്മതിക്കില്ലെന്ന് വെച്ചാ. പ്രിയേ, മതി നിർത്ത. ഓ, എന്റെ വായടപ്പിക്കാനാണല്ലോ എല്ലാവർക്കും മിടുക്ക്. എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കി ജേട്ടന് കൊടുത്താലേ ഞാൻ ഇവിടെ നിന്ന് പോയേക്കാമേ. ആ പറ ജേട്ടാ. ആ ഒന്നുമില്ലെന്നേ. ഐശുമോളെ, മോളെന്താ വിഷമിച്ചിരിക്കണേ? അച്ഛനും പ്രിയാമ്മയും വഴക്കിട്ടൊന്നുമല്ല കേട്ടോ. മോളിതൊന്നും കാര്യാക്കണ്ട. മോളെന്തിനാ അമ്മയുടെ അടുത്തേക്ക് പോയത്? മോൾക്ക് വിഷമായെന്ന് തോന്നണേ. മോള് വിഷമിക്കണ്ടാട്ടാ. അച്ഛൻ വെറുതെ പറഞ്ഞല്ലേടി. കൊഞ്ചു പാടി. കൊച്ചിന് നല്ല ചൂടുണ്ടല്ലോ. അയ്യോ അയ്യോ, നല്ല ചൂടുണ്ട് മോളെ. ശ്രീ, പനിയുടെ ടാബ്ലറ്റ് വല്ല ഇരിപ്പുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. അതെ, നമുക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ആശുപത്രിക്ക് കൊണ്ടുപോകണം. ഞാൻ ഷർട്ട് ഇട്ടിട്ട് വരട്ടെ. മോളെ മോളെ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. പ്രിയേ, മോളെ കണ്ണു ഓർക്കും മോളെ. മോളെ ശ്രീ, പെട്ടെന്ന് വെള്ളം എടുത്തുണ്ടോ മോളെ? ചേട്ടാ, ഞാനിപ്പോ വിളിക്കാവേ. അയ്യോ, മോളെ എനിക്കറിയില്ല വേണോട്ടാ. ഐശു, അയ്യോ മോളെ, അയ്യോ മോളെ, എന്ത് പറ്റി? ഐഷു, മോളെ, ഹലോ ശ്രീ, നീ കരയാതെ കാര്യം പറഞ്ഞേ. എന്താ ഉണ്ടായത്? അത് പിന്നെ ഐഷു ബോധം കിട്ടി വീണു.
ഐഷു, ഐഷു, ഐഷു. ഒന്ന് മാറിക്കേ. ഡോക്ടർ, എന്റെ മോള്. കുട്ടിക്ക് എന്താ പറ്റിയത്? ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഡോക്ടറെ. ഓള് പെട്ടെന്ന് തലയിറങ്ങി വീണു. ശരി, നോക്കട്ടെ. അമ്മ, എന്റെ മോള്. അവളെ ഞാൻ അറിയാതെ വഴക്ക് പറഞ്ഞു. എന്റെ കുഞ്ഞിനിങ്ങനെ വരുമെന്ന് ഞാൻ ഓർത്തില്ല അമ്മ. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. എന്തിനാ അമ്മ ദൈവങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തത്? പ്രിയേ, നീ ഇങ്ങനെ കരയാതെ മോളെ. ഡോക്ടർ അകത്ത് പരിശോധിക്കല്ലേ. നമ്മുടെ കുഞ്ഞിന് ഒരു ആപത്തും ദൈവം വരുത്തൂല. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ചേച്ചി, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എന്റെ മോളെ എനിക്ക് വേണം. ഐഷു, ഐഷു, കണ്ണു തുറക്കും മോളെ. ചേച്ചി ഇങ്ങനെ കരയാതെ. എന്തായാലും ഇത് വലിയ ആശുപത്രിയല്ലേ. ഐശുവിനെ അവര് നന്നായി നോക്കിക്കോളും. ഒന്നും സംഭവിക്കില്ല. എന്റെ കുഞ്ഞിന് എന്തിനാ ദൈവമേ ഇങ്ങനൊരു വിധി? മോളെ, രാധമ്മേ, നീ എന്നെ കൂടി കരയിപ്പിക്കാതെ. നമ്മുടെ കുഞ്ഞിനിപ്പൊ സുഖാവും. നമ്മുടെ കുഞ്ഞിനൊന്നും വരില്ല. എടി കരയാതെ. ചേച്ചി, രാജു, നമ്മുടെ ഐഷു, നമ്മുടെ ഐഷുവിന് എന്താ പറ്റിയെന്ന് ചോദിക്കാം. എനിക്ക് എന്റെ മോളെ കാണണം രാജു. നീ ഡോക്ടറോട് ഒന്ന് പറയോ? എന്താ കാര്യം? ചേച്ചി കരയാതെ. ഇങ്ങനെ കരയാതെ. രാജു ഡോക്ടറോട് സംസാരിക്കും. രാജു, ഐശുവിന് എന്താ പറ്റിയെന്ന് ഡോക്ടറോട് ഒന്ന് ചോദിക്കും. ഡോക്ടർ, ഓക്കെ. ഡോക്ടർ, എന്താ കുഞ്ഞിന് സംഭവിച്ചേ? കുട്ടിക്ക് ഒരു MRI സ്കാൻ ഉടനെ ചെയ്യണം. ചെയ്തോളൂ ഡോക്ടർ, എന്ത് വേണേലും ചെയ്തോളൂ. കാശ് എത്ര ചെലവായാലും പ്രശ്നമില്ല. ഇങ്ങനെ ടെൻഷൻ ആവാതെ പുറത്ത് വെയിറ്റ് ചെയ്യും. രാജു, എന്താ ഡോക്ടർ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു രാജു? ചേച്ചി, ഐശുവിന് വലിയ അസുഖമൊന്നുമില്ല. സ്കാനിങ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. വേറെ പേടിക്കാനൊന്നുമില്ല. പ്രിയേ, ചേട്ടാ, എന്താണ്? എന്ത് പറ്റി? നമ്മുടെ നമ്മുടെ മോളെവിടെ? അവൾക്ക് എന്താ സംഭവിച്ചത്? ചേട്ടാ, നമ്മുടെ മോള്, അവള് പെട്ടെന്ന് തലയിറങ്ങി വീണു. എന്താന്ന് ഇതുവരെ ഡോക്ടർ പറഞ്ഞില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.